ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊരു വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചത് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പോളം നാളികേരം ചിരവിയത് എത്ര കൂടിയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ചോറ്, ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, ഇനി പഞ്ചസാര കുറവ് മതി എന്നുണ്ടെങ്കിൽ അത് മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. എന്നിട്ട് ആദ്യം അരി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം. വെള്ളപ്പം ഹാർഡാവാനുള്ള ഒരു റീസൺ അരി അരയ്ക്കുന്നത് കുറച്ച് തരിയോട് കൂടി അരച്ചെടുക്കുന്നതാണ്. അങ്ങനെ അരിയിൽ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ, അരച്ചെടുക്കുമ്പോൾ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളപ്പം സോഫ്റ്റായിട്ട് കിട്ടില്ല. അതാണ് ഒരു റീസൺ. അപ്പോൾ നമുക്ക് അരി അരച്ചിട്ട് വരാം. അരി നന്നായി അരച്ചെടുത്ത ശേഷം ഈ അരച്ചെടുത്ത അരിയിലേക്ക് തന്നെ തേങ്ങ, അതുപോലെ ചോറ്, ഉപ്പ്, പഞ്ചസാര ഇവയെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും ചോറും ഒക്കെ ചേർക്കണോണ്ട് തന്നെ അതും നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ നന്നായി നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് വീണ്ടും നമുക്കത് ഇളക്കി പിന്നെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. നമ്മളതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കണില്ല. ഈസ്റ്റ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചേർത്ത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു ദിവസം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ വെച്ച് രാവിലെ എടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരല്പം അപ്പസോഡ ചേർക്കാം. ഞാനൊരു നുള്ള അപ്പസോഡ ചേർത്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അങ്ങനെ ചേർക്കുമ്പോഴാണ് അത് നല്ലൊരു കളറ്, നടുഭാഗം സോഫ്റ്റായിട്ടും അരിക് കുറച്ച് പിന്നെ കനം കുറഞ്ഞ് ഒന്ന് മുരുമുരുന്നിന് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും അതായിട്ട് താല്പര്യം. അതുകൊണ്ട് ഞങ്ങളങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നമുക്ക് അതുപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കൂടും ചെയ്യരുത്, വല്ലാതെ കുറയുകയും ചെയ്യരുത്. വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാലും വെള്ളപ്പം ഹാർഡായിട്ട് പോവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വെള്ളപ്പം നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള ടിപ്സിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.